ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഞാൻ കരുതി മത്തിയിട്ട് നമുക്കൊരു മപ്പാസ് വയ്ക്കാമെന്ന്. ഒരുപാട് മപ്പാസ് റെസിപ്പീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ മത്തിയിട്ട് എന്തുകൊണ്ട് മപ്പാസ് വെച്ചുകൂടാ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണ്ടേ? അപ്പോൾ ഈ സൂപ്പർ റെസിപ്പി എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കടുകൊക്കെ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു സവാളയാണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. കൈ വിടാണ്ട് നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വരുന്നവരെ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഏകദേശം ഒരു കളർ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇനി ഇതിലേക്ക് നമ്മളൊരു 5-6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മുറി തേങ്ങയുടെ പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2-ാം പാലാണ്. 2-ാം പാലൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മളിനി ഒരു 5-6 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ഇതിലേക്ക് ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കണം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടണം കേട്ടോ. നമ്മൾ ഒരു 3-4 പീസ് കുടമ്പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അതും കൂടി ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മത്തി ഉണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി ഇത് നന്നായിട്ട് വെന്തൊന്ന് കുറുകി വരും, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ ഇതൊന്ന് ഏകദേശം ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഈ സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നിങ്ങൾക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാലുണ്ടല്ലോ, 1-ാം പാലും കൂടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1-ാം പാൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. നമ്മളല്ലാതെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ മത്തി മപ്പാസ് ഇഷ്ടമായോ? മത്തി ഉണ്ടെങ്കിൽ നമുക്ക് മപ്പാസൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. സിമ്പിൾ റെസിപ്പി അല്ലേ? ഈസിയായി മപ്പാസൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടുന്ന മീനൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് വെച്ച് കഴിച്ച് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.